തെരുവുനായ വിഷയത്തിൽ വ്യത്യസ്ത നിലപാടുകൾ ഊന്നിയ 2 യോഗങ്ങൾ കൊച്ചിയിൽ നടന്നു. തെരുവുനായ്ക്കളെ കൊല്ലുന്നതിനെ അനുകൂലിച്ചും എതിർത്തുമായിരുന്നു യോഗങ്ങൾ നടന്നത്. തെരുവുനായെ കൊല്ലുന്നവർക്കെതിരെ കേസെടുക്കണമെന്ന് ജസ്റ്റിസ് നാരായണക്കുറുപ്പ് ആവശ്യപ്പെട്ടപ്പോൾ തെരുവുനായ്ക്കളെ കൊല്ലുന്നവർക്കെതിരെ കേസെടുക്കാൻ അനുവദിക്കില്ലെന്ന് അഭിപ്രായപ്പെട്ട് ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടനും രംഗത്തെത്തി. തെരുവുനായ്ക്കളെ കൊല്ലണമെന്നും കൊല്ലരുതെന്നും ആവശ്യപ്പെട്ടായിരുന്നു കൊച്ചിയിലെ യോഗങ്ങൾ. തെരുവുനായയെ കൊല്ലരുതെന്നാവശ്യപ്പെട്ടായിരുന്നു പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ചെയർമാൻ ജസ്റ്റിസ് നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ മൃഗസ്നേഹികൾ യോഗം ചേർന്നത്. തെരുവുനായ്ക്കളെ ജനങ്ങൾ ആക്രമിക്കുന്നത് കൊണ്ടാണ് നായ കടിക്കുന്നതെന്ന് നാരായണക്കുറുപ്പ് പറഞ്ഞു. DGP ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. നായ്ക്കളെ കൂട്ടത്തോടെ ജനങ്ങൾ കൂട്ടം കൂടി, ഒരു പറ്റം ആൾക്കാർ കൂട്ടം കൂടി ഞങ്ങളാണ് ഈ സമൂഹത്തിൻ്റെ എല്ലാ രക്ഷാധികാരികളും എന്നും പറഞ്ഞ് നായ്ക്കളെ കൂട്ടത്തോടെ കൊന്നൊടുക്കാനായിട്ട് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് യാതൊരു കാരണവശാലും അനുവദിക്കരുതെന്ന് എൻ്റേതായിട്ടുള്ള സംഭാവനയുണ്ട്. അതേസമയം അപകടകാരികളായ തെരുവുനായ്ക്കളെ കൊല്ലണമെന്നാവശ്യപ്പെട്ടായിരുന്നു ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നത്. മനുഷ്യസ്നേഹത്തെക്കാൾ വലിയ മൃഗസ്നേഹമൊന്നും വേണ്ടെന്ന് ഉണ്ണിയാടൻ പറഞ്ഞു. നായ്ക്കളെ കൊല്ലുന്നവർക്കെതിരെ കേസെടുക്കാൻ പോലീസിനെ അനുവദിക്കില്ലെന്നും ഉണ്ണിയാടൻ വ്യക്തമാക്കി. വളർത്തുമൃഗങ്ങളെയും മനുഷ്യനെയും കടിച്ചു കീറുന്ന തെരുവുനായ്ക്കളെ ഉന്മൂലനം ചെയ്യുന്ന ആളുകൾ അവർ മനുഷ്യ സ്നേഹികളാണ്, സാമൂഹ്യ സേവകന്മാരാണ്. അവർക്കെതിരെ കേസെടുക്കുന്ന നടപടി നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷെ DGP ഈ തരത്തിലുള്ള സമീപനം സ്വീകരിച്ച് ശരിയല്ല എന്ന് തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു. കഴിഞ്ഞ 2 മാസത്തിനിടെ 60ഓളം പേർക്കാണ് കൊച്ചിയിൽ തെരുവുനായയുടെ കടിയേറ്റത്. നായ്ക്കളെ കൊന്നൊടുക്കിയവർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇരുകൂട്ടരും വിശദീകരണവുമായി രംഗത്തെത്തിയത്. റിപ്പോർട്ടർ, കൊച്ചി.